വീട് കൊടുങ്ങല്ലൂര് മേത്തലാണ്. RCM എന്നീ സ്ഥാനത്തിലേക്ക് എന്നെയും എന്റെ കുടുംബത്തെയും കൈപിടിച്ച് നമ്മുടെ എല്ലാം മേയറായിട്ടുള്ള ചാറമറാള് സജികുമാർ സാറാണ്. അപ്പോ സാറിനെയും രജിഷ മാഡത്തിനെയും അവരുടെ ഫാമിലിയെയും ഈ നിമിഷത്തിൽ ഏറ്റവും സ്നേഹത്തോടു കൂടി ഞാൻ ഓർക്കാണ്. കാരണം അവര് ഇന്ന് ദിവസം രാത്രി RCMനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ, ഞങ്ങളത് ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ, അതില് സാറിന്റെ ഫോളോ അപ്പിൽ കൂടെ വരാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ, ഒരുപാട് RCMൽ നിന്ന് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങൾ കിട്ടാതെ ഇന്നും ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന രീതിയിലേക്ക്, ജീവിതം തള്ളി നിൽക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകേണ്ട വ്യക്തികളായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറി ഒരുപാട് സന്തോഷത്തോടു കൂടി ഇപ്പൊ നിങ്ങളൊക്കെ കാണുമ്പോ എന്തൊരു സന്തോഷ. സാറ് കുറെ പേര് ക്യാമറ ചെയ്തിരിക്കുന്നുണ്ട്. എല്ലാവരും കാണുമ്പോ തന്നെ ഒരു സന്തോഷ. എല്ലാവരെയും കണ്ട് നല്ല കാര്യങ്ങള്, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങള് ഇഷ്ടപ്പെട്ട ആളുകളോട് പറഞ്ഞ് ഇഷ്ടപ്പെട്ട സമയത്ത് നമുക്ക് ചെയ്യാൻ, അതും അതിലൂടെ നമുക്കൊരു നല്ലൊരു വരുമാനത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ എല്ലാവർക്കും ഇത് നേടാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ ബേസിക്കലി ഒരു ബികോം സ്റ്റുഡന്റ് ആയിരുന്നു. അതിനു മുന്നേ RCMലേക്ക് വന്നതാണ്. പക്ഷെ RCMന്റെ സാധ്യത മനസ്സിലാക്കാനായിട്ട് എന്റെ പഠനശേഷമാണ് എനിക്ക് കൂടുതലായിട്ടും സാധിച്ചത്. അപ്പൊ അങ്ങനെ ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ കൂട്ടുകാരികളോട് പറയുമായിരുന്നു, ഫ്രണ്ട്സിനോട് പറയുമായിരുന്നു. അവരൊന്നും ഇതിനെ കേൾക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് എന്നെ ഹെൽപ്പ് ചെയ്യാനുള്ള രീതിയിൽ ഒരു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൽ മാത്രമാണ് ഇരുന്നത്. പക്ഷെ ഇതിന്റെ ഒരു വിഷൻ സജീവ് സാറിലൂടെ മനസ്സിലാക്കിയതിനു ശേഷം ഉറച്ചു ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുകയും സാറിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് എല്ലാ ദിവസവും കൂടെ നമുക്ക് ഒത്തിരി അറിവുകളാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുമുള്ള ഒരു അവസരമാണ് ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ദിവാകരൻ സാറും എന്തോരം കാര്യങ്ങളാണല്ലോ നമ്മൾ പഠിക്കണ. ഞാൻ കോളേജിൽ പഠിക്കാത്ത തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് പഠിക്കുന്നത്. കാരണം മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം, നല്ല മനുഷ്യനാവുക, നല്ല വ്യക്തിത്വത്തിനുടമയാകാറുള്ളത് TCGയുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് എല്ലാവരും. അപ്പൊ അതില് പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്കാണ് നല്ല വ്യക്തിയാവാനും ഇതില് ഡയമണ്ട് അല്ലെങ്കിൽ സ്റ്റാർ എത്താനായിട്ട് നമുക്ക് സാധിക്കുക എന്നുള്ളത്. അപ്പോ ഇതില് ശരിക്കും പറഞ്ഞാല് ആദ്യം വരുന്ന വ്യക്തികളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാവണം എന്നുള്ളതായിരിക്കും. ആ ഒരു വരുമാനം കാണുമ്പോ തന്നെ എത്ര RCM ഉണ്ടാവണം, പറ്റിയെങ്കിൽ അടുത്ത മാസം അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് 3-ാമത്തെ മാസം എനിക്ക് ഈ ഡയമണ്ട് ആവണം. അപ്പോ ആ ഒരു അല്ലെങ്കിൽ ആ ഡയമണ്ടിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മളെ ശരിക്കും ക്ലീൻ ആക്കുന്ന യാത്രയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരുപാട് ലീഡേഴ്സിന്റെ ക്ലാസ്സുകളിൽ കൂടെ. അതായത് ഈ ബിസിനസ്സിൽ നമുക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇവിടെ ഉള്ള ലീഡേഴ്സ് അതിലേറ്റവും കൂടുതൽ ഇൻകം മേടിക്കുന്ന ലീഡർ എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വ്യക്തിയാണെന്നുള്ളത് നമുക്ക് ഓരോ ലീഡേഴ്സിനും നോക്കിക്കഴിഞ്ഞാല് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്റെ വിഷയതല്ല, എന്തിനാണ് ഡയമണ്ട് ക്ലബ്ബ്, പക്ഷെ അതിന് മുന്നേ നമുക്ക് കുറച്ച് ബേസിക് വേണമല്ലോ ഈ കാര്യങ്ങൾ. ഇന്ന് RCM ബിസിനസ് എന്ന് പറയുമ്പോ നമുക്കറിയാം ഡയറക്ട് മാർക്കറ്റിംഗ് ആണ്. ഇന്ത്യയിൽ ഒരുപാട് ഡയറക്ട് മാർക്കറ്റിംഗ് കമ്പനികളുണ്ട്. അതിൽ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ആ ഒരു അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള, അത്രയും പ്രൊഡക്റ്റുകളുള്ള, അത്രയും സിസ്റ്റം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് RCM എന്ന് പറയുന്ന ഒരു. അതിലൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും വന്ന് നമ്മളുടെ ഭാവി നമ്മൾ സുരക്ഷിതമാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ആ കമ്പനിയിൽ നമുക്കറിയാം, ഒരു കമ്പനിയിൽ നല്ല ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാതെ നേരിട്ട് നമ്മുടെ കയ്യിൽ എത്തിക്കുന്ന ഒരു പുതിയ രീതിയാണ് ഡയറക്ട് മാർക്കറ്റിംഗ്. അപ്പൊ ഒരു പുതിയ രീതിയാണ്. അപ്പൊ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോ അതില് നമുക്കറിയാം, നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ട കുറച്ച് കാര്യങ്ങളിലാണ് നമുക്ക് അത്യാവശ്യം അതായത് അറിവ്, കഴിവ്, സമയം, താല്പര്യം. അതില് അറിവും കഴിവും നമുക്ക് കുറവാണോ ഇല്ലേ, ഒരു കുഴപ്പമില്ല, ഒരു പ്രോബ്ലം നമുക്ക് വരില്ല. അതിനുള്ള വേദികൾ നമുക്ക് ഉണ്ട്. അറിവ് കൂട്ടാനും നമ്മളെ കഴിവ് കൂട്ടി നമുക്ക് ഡെവലപ്മെന്റിലേക്ക് വരാനായിട്ടുള്ള വേദികള് ഇന്ന് RCMൽ ഇഷ്ടംപോലെ നമുക്ക് പ്രോഗ്രാമായിട്ടും ട്രെയിനിങ് ക്ലാസ്സുകളായിട്ടും ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതില് സമയം നമ്മളിവിടെ നമ്മളുടെ താല്പര്യമാണ് എനിക്ക് ഇതിൽ കൂടെ നേടണം, വിജയിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം.
അതുപോലെ തന്നെ സമയം നമ്മൾ തന്നെയാണ് കൊടുക്കേണ്ടത്. ഗിരി സാർ കഴിഞ്ഞ ഒരു പ്രോഗ്രാമിൽ തൃപ്രയാർ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞു, ഒരുപാട് പേര് ലഹരിയുടെ ഇതിലേക്ക് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് RCMൽ നമ്മൾ ഓരോരുത്തരും ലഹരിയായിട്ട് മാറേണ്ടത് നമ്മളുടെ അതിലും വലിയ ലഹരി സാറ് പറഞ്ഞു തന്നു. നമ്മളെ കളിയാക്കിയവരെ മുന്നില്, നമ്മളെ പുച്ഛിച്ച ആളുകളുടെ മുന്നില് നമ്മള് നിവർന്ന് തല ഉയർത്തി പിടിച്ച് ഒരുപാട് RCMൽ കൂടെ മുന്നോട്ട് നടന്നു പോകുമ്പോ അതിനാണ് ഏറ്റവും വലിയ ലഹരി എന്നാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ഗിരി സാർ നമ്മളോട് പറഞ്ഞുള്ളത്. അപ്പോ അത്രയ്ക്കും നമ്മൾക്കുള്ള ആ ഒരു ആവേശവും താല്പര്യമാണ് ഈ ബിസിനസ്സിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ. അപ്പോ ഇതില് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരമാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ 6 ബേസിക്, അതുപോലെ 8 കോൺസെപ്റ്റ്, 7 കാർഡിനൽസ്. അതില് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തികൾക്ക് ഒരു അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ് നമ്മുടെ 6 ബേസിക്. 7 കാർഡിനൽ റൂൾസ്, 8 കോൺസെപ്റ്റ് ബിസിനസ് ഡെവലപ്മെന്റ് ചെയ്യാൻ, 7 കാർഡിനൽ റൂൾസ് നമ്മളെ ബിസിനസ് തകരാതെ സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതില് 8 കോൺസെപ്റ്റിൽ ഒരു പോയിന്റ് ഉണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ബിസിനസ്സിനെ ഈസി ആയിട്ട് നമുക്ക് ഡെവലപ്മെന്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പോയിന്റ് ആണ്. അതാണ് ഒരു മാസത്തിൽ 5000 PV നമ്മളുടെ സ്വന്തം ഐഡിയിൽ ചെയ്യാന്നുള്ളത്. മാസത്തിൽ ചെയ്യാം, അങ്ങനെ ഒന്നിച്ചടിക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷെ ഇതില് TCG പറയുന്ന മറ്റൊരു സിസ്റ്റമാണ് ഡയമണ്ട് ക്ലബ് എന്നുള്ളത്. അതായത് RCMൽ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മളെ ഡയമണ്ട് ക്ലബ് എന്ന് പറയുന്നത്. അതായത് ഇന്ന് എല്ലാവർക്കും, ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാവർക്കും ആവേണ്ടത് ഡയമണ്ട് ആവും. അപ്പോ ഡയമണ്ട് ആവാൻ ആഗ്രഹിക്കുന്ന മിനിമം ചെയ്തിരിക്കേണ്ട ഒന്നാണ് നമ്മളെ ഡയമണ്ട് ക്ലബ് എന്ന് പറയുന്നത്. ഈ മാസം അതിന് ഒരുപാട് ഈസി ആയിട്ടുള്ള വഴികളൊക്കെ ഉണ്ട്. അത് വരുന്ന പറയാം. എന്താണ് ഡയമണ്ട് ക്ലബ്ബ്? നമുക്കറിയാം, നമുക്ക് ഈ ഉൽപ്പന്നങ്ങള് നമ്മൾ ഉപയോഗിക്കുമ്പോ 100% ഉപയോഗിക്കുന്നത്, ഞാൻ ഇട്ടിരിക്കുന്ന ടീഷർട്ട്, എന്റെ പാന്റ് ഉൽപ്പന്നങ്ങൾ ഇന്ന് RCMന്റെ ഉൽപ്പന്നങ്ങൾ ധരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു മീറ്റിംഗിൽ ഇരിക്കുന്നത്. അപ്പൊ അതായത് 100% നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക്, കഴിക്കുന്ന വ്യക്തികൾക്ക് സ്വന്തം വീട്ടിലേക്ക് തന്നെ 5000 PV കറക്റ്റായിട്ട് വേണ്ടി വരുന്നത് ഒരു കാര്യമാണ്. ഇനി ഈ 5000 PV എപ്പോഴാ ചെയ്യണ്ടേ? ഡയമണ്ട് ക്ലബ് ആയിട്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് ഡയമണ്ട് ക്ലബ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ്. അതായത് ഇപ്പൊ ഒരു മീറ്റിംഗിൽ ചെയ്യുന്ന ആളുകൾ അല്ലെ, എഴുന്നേറ്റ് നിൽക്കും ഡയമണ്ട് ക്ലബ് ചെയ്യുന്ന ആളുകൾ, എന്നിട്ട് അവർക്ക് നല്ലൊരു ഗൈഡ് കൊടുക്കൂ, ശരിയല്ലേ? അപ്പൊ ഒരു സ്പെഷ്യലാണ്. ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന വ്യക്തികളും ഡയമണ്ട് ക്ലബിലേക്ക് വരുന്ന വ്യക്തികളും സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തികളാണ്. അപ്പൊ അതാണ് നമ്മളെ ഡയമണ്ട് ക്ലബില് നമുക്ക് ഈ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറ്റുന്നത്. അപ്പോ അതില് എന്താണ് ഡയമണ്ട് ക്ലബ്ബ് നോക്കാം. അതായത് ഒരു മാസത്തിന്റെ തുടക്കത്തിൽ 1-ാം തീയതിക്കും 10-ാം തീയതിക്കും ഉള്ളില് നമ്മളെ സ്വന്തം ഐഡിയിൽ 5000 PV നമ്മൾ ബില്ല് ചെയ്യുന്നതിനെയാണ്, അതായത് 5000 PV നമ്മുടെ സെൽഫ് ഐഡിയിൽ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ഡയമണ്ട് ക്ലബ്ബ് എന്ന് പറയാം. അതായത് നമ്മൾക്ക് ഈ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് സിംപ്ലസ്റ്റ് വേ, അതായത് ഈ ഡയമണ്ട് ക്ലബിന്റെ ഈ ഒരു ഉൽപ്പന്നങ്ങൾ വെച്ചുകൊണ്ട് ഹോം മീറ്റിങ്ങുകൾ പ്ലാൻ ചെയ്യാം, ഹോം മീറ്റിങ്ങുകൾ നടത്താം, അതേപോലെ ഹോം ഷോപ്പ് ഉദ്ഘാടനം പോലെ നമുക്ക് ചെയ്യാം. അപ്പോ ഇതിന്റെ ഒരു സാധ്യത നമുക്ക് തുറന്നു കിട്ടുന്നതാണ്. ഇതില് നമ്മൾ മാത്രം ഉണ്ടായാലേ നമുക്ക് വിജയിക്കാൻ പറ്റുമോ? ബിസിനസ്സിൽ സജു സാർ പറയുന്ന ഒരു കാര്യമാണ്, സെൽഫ് യൂസ് നമുക്ക് ഇതിലുണ്ട്, ആക്റ്റീവിംഗ് ആയിട്ട്, അതുപോലെ ഷോപ്പ് നമുക്ക് ഇടാം, നമുക്ക് ആക്റ്റീവിംഗ് ആയിട്ട്. അതിന്റെ കൂടെ ഏറ്റവും വരുമാനം കിട്ടുന്ന, അല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയൊരു സാധ്യതയായിട്ടുള്ള ടീം ബിൽഡിംഗ് ഉണ്ട്. എല്ലാവരും പറയും ടീം ബിൽഡിംഗ് അതാണ് ഡെവലപ്മെന്റ്, കൂടുതൽ നമുക്ക് സമ്പത്തും എല്ലാ രീതിയിലും നമ്മളൊരു ജീവിത സന്തോഷത്തിലേക്ക് വരാൻ നമ്മൾ ടീം ബിൽഡിംഗ് ചെയ്യണം എന്ന് പറയും. പക്ഷെ അതിനുവേണ്ടി നമ്മൾ സെൽഫ് യൂസ് ചെയ്യണം, അതിനുവേണ്ടി നമ്മൾ സെയിൽ ചെയ്ത്, അതിനുവേണ്ടി നമ്മൾ ഹോം ഷോപ്പ് എങ്കിലും മിനിമം, എല്ലാവർക്കും ഷോപ്പ് ഇടാൻ പറ്റിയെന്നില്ല, പക്ഷെ ഹോം ഷോപ്പ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഹോം ഷോപ്പ് എങ്കിലും നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ടീം ബിൽഡിംഗ് ചെയ്യാനുള്ള ഒരു അവസരം ഇന്ന് RCMൽ ഈസി ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവര് ആദ്യം മുതൽ വന്നിട്ട് പഠിക്കേണ്ടി വരും. അപ്പോ ഈ സെൽഫ് യൂസ്
സെയില് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ അതിലേക്ക് തന്നെ നമുക്ക് ഈ 5000 PV എന്താണ് തികയാതെ വരും. അതിൽ കൂടുതലായിരിക്കും നമുക്ക് എന്താണ് സെയിലൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് അറിയാനായിട്ട് പറ്റും. അവർ ഈ ഡയമണ്ട് ക്ലബ് അല്ല, സൂപ്പർ ഡയമണ്ട് ക്ലബും സ്റ്റാർ ഡയമണ്ട് ക്ലബും ക്രൗൺ ക്ലബും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ മിനിമം നമ്മൾ എന്ത് ചെയ്യണം, ഡയമണ്ട് ക്ലബിലെങ്കിലും വരണം. എല്ലാരും വരണം എന്നൊരു നിർബന്ധം ഇല്ല. എന്താണ്, ഒരു സെക്കൻഡ്, എല്ലാവരും വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഡയമണ്ട് ക്ലബിലേക്ക് എല്ലാവർക്കും എന്താണ് എത്തിപ്പെടാനായിട്ട് വല്ലാത്ത സ്പെഷ്യലായിട്ട് എന്താണ് RSMല് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ആരാണോ ബിസിനസ്സിൽ കൂടെ തന്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന, ആരാണോ ബിസിനസ്സിൽ കൂടെ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകള്, അവര് മാത്രമാണ് ഡയമണ്ട് ക്ലബ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ലീഡർമാർക്ക് തലവെഞ്ഞു. അപ്പോ എന്താണ്, കൃത്യമായി ഡയമണ്ട് ക്ലബ് അത് മനസ്സിലാക്കുക. അതിനു വേണ്ടി നമ്മൾ സ്വയം ചെയ്യുക. എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു, അതുപോലെ തന്നെ എന്റെ കൂടെ വന്ന ആളുകളോട് ഞാൻ ഇത് തന്നെ പറയും എന്നുള്ള രീതിയിലേക്ക് എന്താണ് നമ്മൾ തന്നെ ചെയ്യാം. തുടക്കത്തില് ഞാൻ ഡയമണ്ട് ക്ലബ്ബ് എന്നോട് സജീവ് സാർ പറഞ്ഞു, ഇതിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യുന്ന ഒന്നാണ് ഡയമണ്ട് ക്ലബ്ബ്. അത് ചെയ്താൽ കൂടുതൽ എന്താണ് സെയിൽ ചെയ്യാനും ടീം ബിൽഡിങ് ചെയ്യാനൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പൊ അത് പറഞ്ഞപ്പോ ഞാൻ ചെയ്തു വന്നു. എന്താണ് പിന്നെ പറഞ്ഞു 12 മാസം കൂടുമ്പോഴുള്ള ബെനിഫിറ്റ് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 12 മാസം കറക്റ്റ് ഡയമണ്ട് ക്ലബ്ബ് ചെയ്തിട്ട് 12ാമത്തെ മാസം ഞാൻ സജീവ് സാറിനെ വിളിച്ചു. സജീവ് സാർ 12 മാസം എന്റെ കംപ്ലീറ്റ് ആയി. അല്ലെ, നമ്മൾ അങ്ങനെയല്ലേ, 12 മാസം കൂടിയേ നമുക്ക് കമ്പനിയിൽ ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാന്നുള്ളൊരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് കൂടി ഡയമണ്ട് ക്ലബിനുണ്ട്. ഞാൻ ആലോചിച്ചിരുന്നത് 12 മാസം ചെയ്യേണ്ട കാര്യ. ഞാൻ തുടക്കത്തില് നമുക്കറിയില്ലല്ലോ, അറിയാത്തതുകൊണ്ടുണ്ട് അങ്ങനെ. ഇപ്പൊ നമുക്ക് അതിന്റെ കാര്യങ്ങൾ പഠിച്ചപ്പോ എന്താ കാര്യങ്ങൾ മനസ്സിലായി. തുടക്കത്തില് ഞാൻ ഡയമണ്ട് ക്ലബ്ബ് 12 മാസം എന്താണ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോ സാറിനോട് ഞാൻ ഫോൺ വിളിക്കുക, സജീവ് സാർ ഞാൻ 12 മാസം ഡയമണ്ട് ക്ലബ്ബ് ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോ അടുത്ത മാസം ചെയ്യണ്ടല്ലോ ദിവാകരൻ സാറ്. അപ്പൊ ഇങ്ങനെ എന്താണ് തുടക്കത്തിൽ പറഞ്ഞിരുന്ന വ്യക്തിയാ. അന്ന് എന്നോട് സജീവ് സാർ പറഞ്ഞൊരു കാര്യമാണ്, മാളവിക ഈ വിജയമാണോ ആഗ്രഹിക്കുന്നത്? അതായത് ആ ഒരു സമയത്ത് ഞാനൊരു ലെവല് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചത്, മാളവിക ഈ ഒരു ലെവലിലുള്ള വരുമാനമാണോ RCMൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആ പുസ്തകത്തിന്റെ പുറകിലുള്ള എന്താണ് 1000 മുതൽ 50 ലക്ഷം വരെ എഴുതിയിട്ട് എല്ലാരും കണ്ടിട്ടുണ്ടാവും. വേറെ പേജിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ആ പേജിലുള്ള എന്തായാലും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. 1000 രൂപ മുതൽ 50 ലക്ഷം വരെ കിട്ടുന്നത്. അത് എത്ര PV വരുന്നുള്ളതും കണ്ടിട്ടുണ്ടാവില്ല. പൈസയുടെ കാര്യം മാത്രം എന്താണ് പെട്ടെന്ന് കാണാൻ ഒരു കാര്യം. അപ്പോ എന്നോട് മാളവികയ്ക്ക് ആഗ്രഹം അല്ലെങ്കിൽ എത്തിച്ചേരേണ്ടത്, എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ലെവലിലുള്ള ഇൻകം കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ വരെ ചെയ്താൽ മതി. ഇനി അതല്ല, ലക്ഷ്യം വെക്കുന്നത് വലുതാണെങ്കിൽ അതെന്നാണോ അച്ചീവ് ചെയ്യുന്നത് അന്ന് വരെ ക്ലബ്ബ് ഒരു ദിനചര്യ പോലെ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് സജീവ് സാറ് എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യം. അത് തന്നെയായിരിക്കും ഇവിടെ ഭൂരിഭാഗം ഇരിക്കുന്ന ആളുകളോട് ഗ്രേറ്റ് ലീഡേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം സാറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് തന്നെ പറഞ്ഞത് ഉള്ളതാണ് സത്യം. അപ്പൊ എനിക്ക് മനസ്സിലായി, എനിക്ക് ഡയമണ്ട് ആവണം, അങ്ങനെയാണല്ലോ ആദ്യം എല്ലാവർക്കും. അപ്പൊ എനിക്ക് RCMല് ഡയമണ്ട് പൊസിഷനിലേക്കും സ്റ്റാർ ഡയമണ്ടിലേക്കും ഒക്കെയാണ് വരാൻ ആഗ്രഹം. അപ്പോ ഞാൻ എന്ത് ചെയ്യണം, സ്റ്റാർ ഡയമണ്ട് ആവുന്ന വരെ മിനിമം ഡയമണ്ട് ക്ലബെങ്കിലും എന്താണ് നിലനിർത്തി എല്ലാ മാസവും ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറണം. ഇനി ഈ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. മാക്സിമം 1-ാം തീയതി ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. ബാക്കി 29 ദിവസം നമുക്ക് ഇതിനെ സെയിൽ ചെയ്യാനും ഇതിനെ തിരിച്ച് കാശാക്കാനും എന്താണ് ടൈം കിട്ടും. ഇനി 10-ാം തീയതി ചെയ്താലോ, പിന്നെ നമുക്ക് ബാക്കി കുറച്ച് സമയം മാത്രമാണ്, നമുക്ക് 20 ദിവസം മാത്രമാണ് നമുക്ക് ഇതിനെ ആളുകളിലേക്ക് എത്തിക്കാൻ കിട്ടുള്ളൂ. ഇനി 1-ാം തീയതി ചെയ്താല് കൂടുതലും നമ്മളുടെ ടീം അംഗങ്ങളും ഈ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാനുള്ള പ്രേരണ കൊടുക്കാനായിട്ട് നമുക്ക് സമയം കിട്ടും. ഇനി 10-ാം തീയതി അല്ലെങ്കിൽ സമയത്താണ് ചെയ്യുമെങ്കിൽ തുടങ്ങി വൈകിട്ട് രാത്രി വരെയുള്ള സമയത്താണ് നമുക്ക് ടീമുകളോട് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാനായിട്ട് പറയാൻ പറ്റുക. അപ്പോ നമ്മള് ലീഡർ ആണെങ്കിൽ, നമ്മൾക്ക് ആ ഒരു മെന്റാലിറ്റി ഉള്ള വ്യക്തികളാണെങ്കിൽ നമ്മള് ഡയമണ്ട് ക്ലബ്ബ് എത്രയും നേരത്തെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നേരത്തെ നമ്മൾ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യും. ഒരുപാട് പേര് അത് 1-ാം തീയതി തന്നെ ചെയ്തിട്ട് ഇതിലിടുന്നുണ്ട്. അപ്പോ അങ്ങനെ ഉള്ള രീതിക്ക് നമുക്ക് ഡയമണ്ട് ക്ലബ്ബിൽ ചെയ്യാനായിട്ട് സാധിക്കണം.
അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റുകളും ഒരുപാട് കാര്യങ്ങളും നമുക്ക് ഇന്ന് RCMൽ കൂടെ ഡയമണ്ട് ക്ലബിൽ കൂടെ കിട്ടുന്നുണ്ട്. പക്ഷെ ഏറ്റവും ബേസ് ഡയമണ്ട് ക്ലബ് ആയിരിക്കണം എന്നുള്ളതായിരിക്കും നമ്മുടെ ലക്ഷ്യം. ഇന്ന് രാജൻ സാർ നടത്തുന്ന മിഷൻ 50K 8 മാസം കൊണ്ട് 50,000 രൂപയിലേക്ക് തുടക്കക്കാർക്ക് വരെയും അത് പുതിയ വ്യക്തികൾക്ക് വരെയും സാധിക്കാൻ പറ്റും എന്നാണ് ഒരു മിഷനാണ് മിഷൻ 50K 50,000 മിഷൻ 50,000. അതിലേക്ക് ഏറ്റവും ബേസ് ആയിട്ട് രാജൻ സാർ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുക, ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന വ്യക്തികളെ നമ്മളെ കൂടെ ക്രിയേഷൻ ചെയ്യാന്നുള്ള ഒരു കാര്യം. എന്നാൽ ഈ മാസം അതിന് കുറച്ചുകൂടി എന്താണ് ഈസി ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. എന്താ നമുക്ക് നമ്മളെ റീഫ്രഷർ കാര്യങ്ങളും അതിന്റെ ഒരു ഓഫർ വന്നിട്ടുണ്ട്. 120 റീഫ്രഷർ സെൽഫ് ID ചെയ്യുന്ന ആളുകൾക്ക് എന്താ കിട്ടുക? റേസ് സ്യൂട്ട് കിട്ടും, അതായത് വർക്കൗട്ട് കിട്ടും. അപ്പോ ന്യൂട്രി ചാർജിന്റെ എന്താണ് ചിഹ്നം വെച്ചിട്ടുള്ളതായിരിക്കും ആ ഒരു മഴക്കോട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ കൂടെ നമുക്ക് ഡയമണ്ട് ക്ലബ് ചെയ്യാം. ഞാൻ അതിൽ കൂടെയാണ് ഡയമണ്ട് ക്ലബ്ബ് ഈ മാസം ചെയ്തിരിക്കുന്നത്. അതായത് റെയിൻ സ്യൂട്ടും ഓക്കെ ആയി, എനിക്ക് ഡയമണ്ട് ക്ലബ്ബും ഓക്കെ ആയി. അതിന്റെ കൂടെ നമുക്ക് ന്യൂട്രി ചാർജിന്റെ എന്താ ഒരു സെലിബ്രേഷൻ പ്രോഗ്രാം നമുക്ക് ഉണ്ട്. അതിലേക്ക് എൻട്രി ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പും ആദ്യത്തെ ക്രൈറ്റീരിയയും അതുകൊണ്ടായി എന്നുള്ളതാണ്. അപ്പോ എന്താണ് നമുക്ക് ഓഫറുകൾ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ഈ ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടുന്നുള്ളതാണ്. അപ്പോ ഈ ബിസിനസ്സിൽ എന്താണ് വിജയിക്കാനായിട്ട് അല്ലെ, ഈ ബിസിനസ്സിൽ തോൽക്കാനായിട്ട് ആരും എന്താണ് ഇപ്പൊ ഈ ഒരു രാവിലെ കയറിയിരിക്കണില്ല എന്നാണ് എന്റെ വിശ്വാസം. ഈ ബിസിനസ്സിൽ ഞാൻ എന്താണ് പഠിച്ചിട്ട് ഇതിൽ തോൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പറയുന്ന വ്യക്തികള് എന്തായാലും ഈ ടീമിൽ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് കുമ്പിടി ടീമില്. ഈ ബിസിനസ് ചെയ്തുകൊണ്ട് വളരാനാണ്, ഒരുപാട് പേരെ വളർത്താനാണ് എന്താണ് നമ്മൾ തീരുമാനം എടുത്തിട്ട്, അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു പൊൻപുലരിയിൽ നമ്മൾ ഇരിക്കണം എന്നുള്ളതാ. അപ്പോ ബേസ് ആയിട്ട് നമുക്ക് എന്താണ് ബിസിനസ് ഡെവലപ്മെന്റ് ചെയ്യാനായിട്ട് ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ഡയമണ്ട് ക്ലബ്ബ്. ഇനി ഡയമണ്ട് ക്ലബ്ബ് ചെയ്ത വ്യക്തികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഡിസ്പ്ലേ വാള് അല്ലെങ്കിൽ ഹോം ഷോപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ആ ലീഡേഴ്സിന് നമ്മളെ വീട്ടിൽ വന്നില്ലെങ്കിലും നമ്മൾ ചെയ്യണ്ടോ ചെയ്യണില്ലേ എന്ന് അറിയാൻ പറ്റണം. എല്ലാരും വിചാരിക്കും സാറിന് ഇതെങ്ങനെ അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഈ മാഡത്തിന് ഇതെങ്ങനെ അറിയാൻ പറ്റും, ഈ ഞാൻ ചെയ്യണില്ല എന്നുള്ളത് അതെങ്ങനെ അറിയാൻ പറ്റും, എന്റെ ഹോം ഷോപ്പിൽ സാധനങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഇവർക്ക് എങ്ങനെ അറിയാൻ പറ്റും? അത് നമ്മളൊരു വഴി സംശയിക്കും. നമ്മള് എന്താണ് നമ്മള് ഷോപ്പിൽ പോയില്ല എന്ന് ഇവർക്ക് എങ്ങനെ അറിയാൻ പറ്റും? എല്ലാവർക്കും ഡൗട്ടായിരിക്കും തുടക്കത്തിൽ വരുന്ന ആളുകൾക്ക്. ഇതാണ് നമ്മുടെ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നുണ്ടോ, നമ്മളുടെ ഹോം ഷോപ്പ് അല്ലെങ്കിൽ ഡിസ്പ്ലേ വാള് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. ഇനി ഹോം ഷോപ്പിലും ഡിസ്പ്ലേ വാളും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, നമുക്ക് ഡയമണ്ട് ക്ലബ്ബും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാല് നമ്മള് ഈ ഒരു ഉൽപ്പന്നങ്ങളെ കുറിച്ച് ആദ്യം ഉപയോഗിക്കുകയാണ് ചെയ്യുക. ഉപയോഗിച്ച് അതിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷം നമ്മൾ എന്താ ആളുകളിലേക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ, ഇപ്പോ അമ്മായി ആണെങ്കിൽ അമ്മായി ഇത് നല്ല സാധനം കേട്ടാ, ഇതില് എന്താ ഇങ്ങനെ എന്നെ ഗുണങ്ങൾ ഏറ്റവും ആദ്യം നമ്മൾ ആദ്യം RCM ഉൽപ്പന്നം കൊടുക്കും. അതിനുശേഷം പോയി സെയിൽ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ വ്യക്തി സ്ലാബിൽ 2,500 സ്ലാബിലാണ് മാത്രമാണ് അവർക്ക് കിട്ടേണ്ടത്. ഉൽപ്പന്നങ്ങൾ 3,000 ഉപയോഗിക്കാന്ന് വെച്ചോ, ബാക്കി 2,000 ഉൽപ്പന്നങ്ങൾ നമുക്ക് പുറത്ത് കൊടുക്കാം. എന്താ കൂടുതലും ആളുകളിലേക്ക് അത് തന്നെ പൈസ കൊണ്ട് തന്നെ എന്താ അടുത്ത മാസം നമ്മള് എന്താ 5,000 PVയുടെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളെ സെയിലിംഗ് കപ്പാസിറ്റി ഈ ബിസിനസ്സിൽ കൂട്ടാനായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം ഈ 5,000 PVയുടെ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഏകദേശം 10,000 വരും. ഇപ്പൊ മേടിച്ച് നമ്മൾ വീട്ടിൽ വെക്കുമ്പോ നമുക്ക് അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ അല്ലെ അത് നോക്കിയിരിക്കാനായിട്ട് നല്ല സന്തോഷമായിരിക്കും അല്ലെ. നമുക്ക് അടുത്ത മാസം ചെയ്യണമല്ലോ എന്നുള്ളൊരു എന്താ നെഞ്ചിടിപ്പ് ഉണ്ടാവും. ഓരോ ദിവസം കഴിയുന്തോറും എന്താ ഇത് തിരിച്ച് കാശായാലാണ് അടുത്ത മാസം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? കുറച്ച് ഉൽപ്പന്നങ്ങൾ എടുത്ത് തുടക്കത്തിൽ നമ്മള് പുറത്തിറങ്ങാനായിട്ടും ആളുകളോട് സംസാരിക്കാനായിട്ടും നമ്മൾ റിലീസാവും. അപ്പൊ നമ്മളൊരു നമ്മളെ ഡെവലപ്മെന്റ് ആക്കാനുള്ള ഒരു കാര്യമാണ് ആ ടാറ്റിൽ കൂടെ കമ്പനി തരുന്നത്. ഇനി TCG ആരോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യണമെന്ന്. ആ ബിസിനസ് മൈൻഡിലേക്ക് വന്നിട്ടുള്ളത് അവര് മാത്രം ചെയ്താൽ മതി എന്നാണ് TCG വരെ പറഞ്ഞേക്കണം. അതായത് ആർക്കാണോ ഇത് ആവശ്യം, കാര്യന് എന്താണ് ഔചിത്യമില്ല എന്ന് പറഞ്ഞ പോലെ ആവശ്യം
അവർക്ക് ഇത് എന്താണ് നിരന്തരമായി ചെയ്യാൻ അവരെ ആരാ ചെയ്യുന്നത്, അവരെ കൂടെ വരുന്ന ആളുകള് അവർ ചെയ്ത കാര്യം തന്നെ ചെയ്യുള്ളൂ. ശരി സാർ, ഇപ്പൊ ഞാൻ ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതെ ഉപയോഗിക്കാതെ എന്റെ കൂടെ നിങ്ങൾ ആർസിഎമ്മിന് ഇട്, നല്ല സാധനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊടുത്താൽ അവര് ആദ്യം മേടിട്ടേക്കണത് ആർസിഎമ്മിന്റെ ആണോ, അല്ലെങ്കിൽ മാളവിക കിട്ടിയിരിക്കുന്ന ആർസിഎമ്മിന്റെ ആണോ, അല്ലെങ്കിൽ മാളവിക ഉപയോഗിക്കുന്ന ആർസിഎമ്മിന്റെ ഉൽപ്പന്നമാണോ എന്നായിരിക്കും ചോദ്യം വരിക. അപ്പോൾ നമ്മളിൽ അവർക്കൊരു വിശ്വാസം അവിടെ കുറഞ്ഞു വരാനും നമ്മളെന്നാണ് പിന്നെ അവർ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും ഗൗനിക്കാതെ വരുന്നു. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും എല്ലാ കാര്യത്തിലും വരികയാണെങ്കിൽ നമുക്ക് ധൈര്യപ്പെട്ട് ഒരാളോട് പറയാം. അതുകൊണ്ട് ആദ്യം ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് പ്രൊമോഷൻ ചെയ്യാന്ന് പറയുന്നത്. ഇനി ഹോം ഷോപ്പ് അത് 5000 ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഹോം ഷോപ്പ് ഉദ്ഘാടനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിൽ ഒരു ഫംഗ്ഷൻ പോലെ വയ്ക്കാം. പല ആളുകളും ഹോം ഷോപ്പ് ഉദ്ഘാടനം ചെന്ന് കഴിഞ്ഞാൽ വീട്ടുകാരനൊക്കെ പണിക്ക് പോയിട്ടുണ്ടാവും. മനസ്സിലായി? അപ്പൊ അത് അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അത് സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവിരിക്കുന്നത്. അതായത് വീട്ടുകാര് പണിക്ക് പോയിട്ടുണ്ടാവും, ബാക്കി അവിടെ ആർസി ചെയ്യണത് ആരാണോ അവരായിരിക്കും ആ ഹോം ഷോപ്പ് ഉദ്ഘാടനത്തിന് ഉണ്ടാവുക. പക്ഷെ ഇതങ്ങനെയല്ല. ശരിക്കും നമ്മളെ വീട്ടിൽ ചെയ്യാൻ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഞങ്ങൾ അത് ചെയ്തിരിക്കും. തീരുമാനത്തിൽ നമ്മള് ആ ഒരു ഹോം ഷോപ്പ് ഉദ്ഘാടനം നമ്മുടെ കൊണ്ട് നമുക്ക് കഴിഞ്ഞാൽ അത് വലിയ അതായത് വലിയ ബൂമിങ് നമ്മളെ ബിസിനസ്സിൽ ഉണ്ടാവാനായിട്ട് അത് കാരണമാവും. ഇനി അത് നിലനിർത്തിയാലാണ് അവിടെ സെയിൽ കാര്യങ്ങൾ നടക്കും, പിന്നെ PV കാര്യങ്ങൾ വരുള്ളൂ. അതുകൊണ്ടാണ് ഡയമണ്ട് ക്ലബ് എല്ലാ മാസവും 1-ാം തീയതിക്ക് 10-ാം തീയതിക്ക് ഉള്ളിൽ ചെയ്യണം എന്ന് പറഞ്ഞൊരു കാര്യം. അതിനുള്ളിൽ നമുക്ക് ചെയ്യുമ്പോൾ അതില് ഉൽപ്പന്നങ്ങൾ വരികയും ആ മാസം നമുക്ക് ആ ഹോം ഷോപ്പിൽ കൂടെ സെയിൽ നടക്കാനായിട്ട് ഉള്ള ഒരു അവസരമാണ്. അപ്പൊ ഈ ഫംഗ്ഷൻ പോലെ വെക്കുമ്പോൾ നമ്മളെ ബന്ധുക്കാരെയും അതുപോലെ വീട്ടുകാരെ നമുക്ക് പരിചയമുള്ള എല്ലാവരെയും പല സ്ഥലത്തു നിന്നുള്ള ആളുകളായിക്കോട്ടെ. അതായത് ഇപ്പൊ ഒരു വീട്ടില് പാലുകാച്ചൽ നടത്താണ്. അപ്പൊ എന്റെ വീട് കൊടുങ്ങല്ലൂരാ, എന്റെ അമ്മായിയുടെ വീട് 3 വീടികയുണ്ട്. അപ്പൊ ഞാൻ അമ്മായിനെ വിളിക്കും. അപ്പൊ അമ്മായി എന്ത് ചെയ്യും, 3 വീടിക ഇങ്ങോട്ട് വരും. അപ്പോ അതുപോലെ തന്നെ ആർസിഎമ്മിന്റെ ഹോം ഷോപ്പ് ഉദ്ഘാടനം നമ്മളെ ബന്ധുക്കാര് തൃശ്ശൂർ അല്ലെങ്കിൽ ഉള്ളത് അല്ലെങ്കിൽ എറണാകുളത്താണോ ഉള്ളത്, എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഹോം ഷോപ്പ് ഉദ്ഘാടനത്തിന് ക്ഷണിക്കുക. ഈ ഇതിൽ ക്ഷണിക്കുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ചാൽ ആളുകൾ വന്ന് ഇത് കേൾക്കണത്, ഇത് എന്റെ വീട്ടിലെ ഫംഗ്ഷനാണ്, നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മളത് കാണുമ്പോഴാണ് അയ്യോ നാളെ മഴയാണ് ആളുകൾ വരികയാവോ എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കാനായിട്ട് നമ്മളെ മൈൻഡ് സെറ്റ് ഉറപ്പിച്ച ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് പ്രതിസന്ധി വന്നാലും ഇടിവെട്ടും മിന്നലായാലും ആ ഹോം ഷോപ്പ് ഉദ്ഘാടനത്തിന്റെ കാര്യം അത് നടത്തിയിരിക്കുന്നുള്ളതാണ് ഇതിൽ വരുന്നൊരു കാര്യം. അപ്പോ നമുക്ക് പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ വരുന്നു, നമ്മളെ ഹോം ഷോപ്പ് ഉദ്ഘാടനം കാണുന്നു. ആ ഹോം ഷോപ്പ് ഉദ്ഘാടനം കണ്ടതിന് ശേഷം ഇതിന്റെ ഉണ്ടാവും ആരോഗ്യ നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ആവശ്യമുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അതിനുശേഷം എന്റെ അമ്മായി ഒരു തീരുമാനം എടുക്കാന്ന് എനിക്ക് ഇതിപ്പോ എനിക്കും ചെയ്യാൻ പറ്റുമോ, എനിക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന സാഹചര്യമാണോ എന്നൊക്കെ പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യുക, അമ്മായിക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. കാരണം ഇത് നമുക്ക് ഡയമണ്ട് ക്ലബിൽ കൂടെ ഈസി ആയിട്ട് ഡയമണ്ട് ക്ലബ്ബ് അവരെ എല്ലാവരെയും നമ്മൾ അറിയിക്കണം എന്നുള്ളതാണ്. അവർ ചോദിക്കുക എന്തിട്ട് ഡയമണ്ട് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും 1-ാം തീയതിക്ക് 10-ാം തീയതിക്കുള്ളിൽ ഉൽപ്പന്നങ്ങൾ നമ്മള് വീട്ടിലേക്ക് ആവശ്യമുള്ളതും ഒന്നിച്ച് മേടിക്കുന്നു. ആ ഉൽപ്പന്നങ്ങൾ നമ്മൾ ബാക്കിയുള്ള ദിവസം കൊണ്ട് വിറ്റ് തീർക്കുന്നു. പിന്നെ അടുത്ത മാസം നമ്മളത് ചെയ്യുന്നു. അപ്പൊ ആ ഒരു ചിന്തയിലേക്ക് അവര് വരുന്നുള്ളതാണ്. അപ്പോ അങ്ങനെ വരുമ്പോ അമ്മായി എന്ത് ചെയ്യും, അവിടെയും ഒരു ഹോം ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് റെഡിയാവും. അപ്പൊ ഡയമണ്ട് ക്ലബിലേക്കും ഹോം ഷോപ്പിലേക്കും ആളുകളെ ക്രിയേഷൻ ചെയ്യാൻ നമ്മളിത് ചെയ്യണത് മതി. നമ്മളിത് ചെയ്യുന്നത് അവർക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈസി ആയിട്ട് എന്ത് ചെയ്യും, അതിലേക്ക് വരാനായിട്ടുള്ള ഒരു സാധ്യത ഒരുങ്ങുന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് അവസരങ്ങൾ നമുക്ക് ഈ ഒരു ഒറ്റ ഡയമണ്ട് ക്ലബിൽ കൂടെ വരുന്നുണ്ട്. തുടക്കത്തിൽ വന്നൊരു വ്യക്തി ഡയമണ്ട് ക്ലബ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ ആർസിഎമ്മിൽ ആദ്യം ജോയിൻ ചെയ്ത മാസം തന്നെ ഒരു
വരാനുള്ള അവസരം ഈ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഉണ്ടെന്നുള്ളതാണ്. അവരെ ഇല്ലെങ്കിലും ആ വ്യക്തി വിചാരിച്ച ആ വ്യക്തിയുടെ വരുമാനം നമുക്കറിയാം സ്ലാബ് അനുസരിച്ചിട്ട് PV 2% കിട്ടും. അപ്പൊ അതിന്റെ എന്താ 100 രൂപയോളം അവരെ ബാങ്ക് അക്കൗണ്ടിൽ ആ ഉൽപ്പന്നങ്ങൾ വിറ്റ് കിട്ടുന്നതിന് പുറമെ വരാനായിട്ടും കൊണ്ട് തന്നെ ഡയമണ്ട് ക്ലബ്ബ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ സിമ്പിൾ ആയിട്ട് തന്നെ കാണണം. അപ്പോ ആ ഒരു നിസ്സാര കാര്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത്രയധികം ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ചെയ്യാം. ഇനി വേറൊരു കാര്യം, ഡയമണ്ട് ക്ലബ്ബ് ചെയ്തു 10-ാം തീയതി ആയി, നമ്മൾ എന്താണ് ഉള്ളിൽ ബില്ലടിച്ചു സെറ്റ് ചെയ്തു, എന്നിട്ട് നമ്മൾ സെയിൽ ചെയ്യുമല്ലോ. സെയിൽ ചെയ്ത് നമ്മളെ പല ആളുകളും പല രീതിയിലാണ്. ചിലർക്ക് പെട്ടെന്ന് സെയിൽ പോകും, ശരിയല്ലേ? സാധനങ്ങൾ ആളുകൾക്ക് എന്താണ് പറയുന്ന രീതിയിലനുസരിച്ചിരിക്കും പറയുന്നതിലെ എന്താണ് കോൺഫിഡൻസിലനുസരിച്ചിരിക്കും എന്താണ് ഈ ഉൽപ്പന്നങ്ങൾ പോകുന്നത്, സെയിലായി പോണത്. അപ്പോ ഈ ഉൽപ്പന്നങ്ങൾ സെയിലായി പോയി കഴിഞ്ഞാല് എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക്? 5000 രൂപയുടെ സാധനങ്ങൾ സാധനങ്ങള് എന്താ ഒരു 15-16-ാം തീയതി ആയപ്പോഴേക്കും ഇവര് 6 ദിവസം കൊണ്ട് വിറ്റ് തീർത്തുന്നതായിരിക്കാം. പിന്നെ ഒരാൾ വരികയാണ്, ഞങ്ങക്ക് 2 തവണ എണ്ണയും മുളക് പൊടി മഞ്ഞൾപ്പൊടി സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയ്യോ ഈ മാസത്തെ എന്റെ ടാർഗറ്റ് കഴിഞ്ഞു, ഇനി അടുത്ത മാസം വായോ എന്ന് പറയരുത്. അതായത് ഈ മാസം എനിക്ക് ചെയ്ത ടാർഗറ്റ് 5000 PV ആണ്, അതിന്റെ സാധനങ്ങൾ ഞാൻ വിറ്റു, അതിന്റെ പൈസ മുഴുവൻ എന്റെ കയ്യിൽ കിട്ടി. ഈ ഞാൻ അടുത്ത മാസമാണ് സാധനങ്ങൾ എടുക്കുക, അടുത്ത മാസം നിങ്ങൾ വായോ എന്നല്ല പറയേണ്ടത്. അവർക്ക് എന്താ സാധനങ്ങൾ നമ്മൾ മേടിച്ച് കൊടുക്കണം, കൊടുക്കാതിരിക്കരുത്. നമ്മളെ PV എന്താണ് ഡയമണ്ട് ക്ലബ്ബിൽ വെച്ച് സ്റ്റോപ്പ് ആവാതെ അതിലും കൂടുതൽ സൂപ്പർ ഡയമണ്ട് ക്ലബ്ബ് എന്നുള്ള രീതിയിലേക്ക് കൂട്ടാനായിട്ടുള്ള ശ്രമങ്ങളിൽ ഇരിക്കണം നമ്മൾ ശ്രദ്ധ ഉണ്ടാവേണ്ടത്. അപ്പൊ ഡയമണ്ട് ക്ലബ്ബ് അതെങ്കിലും ചെയ്യുന്ന വ്യക്തിനെയാണ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കണക്ക് കൂട്ടുന്നത്. അപ്പോ എല്ലാവരും എന്താ ഡയമണ്ട് ക്ലബ്ബ് ചെയ്തുകൊണ്ട് മുന്നോട്ട് തീരുമാനിക്കുക. നമ്മൾ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുമ്പോഴാണ് നമ്മളെ കൂടെ വന്ന ആളുകളും ഇത് ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണതും അവർക്കൊരു മാതൃകയായിട്ട് നമുക്ക് എന്താ നിൽക്കാനായിട്ട് നമുക്കും സാധിക്കണം. അതുപോലെ ഡയമണ്ട് ക്ലബ്ബ് ഡിസ്പ്ലേ വാള് ഡ്യൂപ്ലിക്കേഷൻ, അതായത് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നു, നമ്മൾ ഡിസ്പ്ലേ വാള് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഇത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എത്തിക്കാനും നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യാൻ ആളുകൾ വരും. ഇപ്പൊ 1500 PV ചെയ്യുന്ന 10 പേരാണ് നമ്മുടെ ടീമിൽ വരുന്നെങ്കിൽ നമുക്ക് 15000 PV ആണ് അവിടെ. പക്ഷെ 5000 PV ചെയ്യുന്ന 10 പേര് വരികയാണെങ്കിൽ അവിടെ എന്താണ് 50000 PV ആണ് ക്രിയേഷൻ വരിക. അപ്പോൾ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന വ്യക്തികളെ കൂട്ടിക്കഴിഞ്ഞാൽ വിജയത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് നമ്മുടെ ഡോക്ടർ രാജൻ സാർ പറഞ്ഞെന്നുള്ള ഒരു കാര്യമാണ്. അപ്പോ എല്ലാവരും നമ്മളെ തീരുമാനമാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. ഇതില് ഡയമണ്ട് ക്ലബ്ബ് നമ്മൾക്ക് കിട്ടും. അതായത് ഡയമണ്ട് ക്ലബ്ബ് ഓരോ 12 മാസം കൂടുന്തോറും, അതായത് നമ്മൾ നിരന്തരമായിട്ട് ചെയ്യാനായിട്ടാണല്ലോ വന്നിരിക്കണേ അല്ലെ. ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന പേരുണ്ടോന്ന് ഒന്ന് തമ്പടിച്ചേ. എല്ലാവരും ഇത് കേൾക്കണ്ടോ അല്ലെങ്കിൽ ഇത് ഓണാക്കി വെച്ചിട്ട് ദിവാകരൻ സാറ്, സുജിത് സാറ്, ഓക്കെ, ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന ആളുകളാണ് ഇത്രയും പേര്. ഓക്കെ, ഒത്തിരി പേരുണ്ട്, എല്ലാവരും പഠിക്കുന്നുണ്ട്. എല്ലാവരും അത് ടീമിൽ പ്രത്യേകിച്ച് പറയില്ല. ഡയമണ്ട് ക്ലബ്ബ് എന്ന് പറയുന്നത് നമ്മളെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് അതുക്കും ചെയ്യുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട്. ബാബു സാറൊക്കെ എന്താണ് സൂപ്പർ ഡയമണ്ട് ക്ലബ്ബ്, സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബ് കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്ത് മുന്നോട്ട് പോകുന്ന പവർഫുള്ളറാണ്. അപ്പോൾ ഇതില് നമുക്ക് ചെയ്താൽ എന്ത് കിട്ടും? ഓരോ 12 മാസം കൂടുന്തോറും കമ്പനി വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കമ്പനി വിസിറ്റ് ചെയ്യാം. അതായത് കമ്പനിയുടെ വിശ്വസ്തനായിട്ടുള്ള ലോയൽ കസ്റ്റമർ എന്നുള്ള സർട്ടിഫിക്കറ്റും, അതുപോലെ തന്നെ നമുക്ക് ഡയമണ്ട് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു പിന്നും നമുക്ക് കുത്താൻ, അതായത് ഇവിടെ പിന്ന് ലീഡേഴ്സ് ആളെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാല് കോട്ടൊക്കെ ഒരുപാട് പിന്നൊക്കെ കുത്തി നടക്കാനുള്ളതാണ്. അപ്പൊ ഒരുപാട് പിന്ന് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ പിന്ന് ഡയമണ്ട് ക്ലബിന്റെ പിന്നായിട്ട് മാറ്റണം. ഡയമണ്ട് ക്ലബിന്റെ പിന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ് സ്റ്റാറിന്റെ പിന്നും ഗോൾഡിന്റെ പിന്നും തന്നെ റോയൽറ്റി ടെക്നിക്കലിന്റെ പിന്നും ഒക്കെ തന്നെ നമ്മളെ എന്തിൽ വരും? കോട്ടിൽ വരും എന്നുള്ളതാണ്. അപ്പൊ ആദ്യം കൊത്തേണ്ട പിന്ന് ഡയമണ്ട് ക്ലബിന്റെ പിന്നാണെന്ന്.
അപ്പൊ ഡയമണ്ട് ക്ലബിന്റെ കൂടെ നമുക്ക് ഇതിൽ ഡെവലപ്മെന്റിന് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കമ്പനിയിൽ നമുക്ക് ഒരു ഫ്രീ എൻട്രി ആയിരിക്കും, നമുക്ക് ഫ്രീ, അതുപോലെ നമുക്ക് എന്താണ് അവിടെ സ്പെഷ്യലായിട്ട് നമുക്ക് TCGയുടെ ഒരു സെഷൻ കിട്ടും. TCGനെ നമുക്ക് നേരിട്ട് കാണാനും അദ്ദേഹത്തിന്റെ എന്താണ് വാക്കുകൾ നിർദ്ദേശങ്ങൾ നേരിട്ട് കേൾക്കാനുമുള്ള ഒരു അവസരം ഈ ഡയമണ്ട് ക്ലബ്ബ് ചെയ്ത വ്യക്തിക്ക് കിട്ടുന്നുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഞങ്ങൾക്കും കിട്ടി എന്താണ് ആ ഒരു ബെനിഫിറ്റ്. നമുക്ക് എന്താ, ഞാൻ എൻ്റെ അമ്മേനെ കൂട്ടിയാണ് പോയത്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവിടെ എന്താണ് ഫ്രീ എൻട്രി കിട്ടാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടായി. അപ്പോ ഈ ഡയമണ്ട് ക്ലബ് ചെയ്യുന്നവർക്കാണ് കമ്പനിയിൽ പോലും അത്രയും ബെനിഫിറ്റ് കൂടുതലും കൊടുക്കണമെങ്കിൽ ആ കമ്പനി ഏറ്റവും കൂടുതൽ എന്താ ചെയ്യണം, അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡയമണ്ട് ക്ലബ് എന്ന് പറയുന്നത്. ഈ ഡയമണ്ടിന്റെ ഒക്കെ വരുമാനം മേടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡയമണ്ട് ക്ലബ്ബ് നമ്മൾ ചെയ്യുക, നമ്മളെ കൂടുതൽ ആളുകൾ കൊണ്ട് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യിക്കുക എന്നുള്ളൊരു പ്രവർത്തനം, ആ ഒരു ഉറപ്പ് നമ്മൾ എത്ര പേര് നമ്മളെ കൂടെ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന ആളുകളുണ്ടോ നമുക്ക് അത്രയ്ക്കും വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നതാണ് ഡയമണ്ട് ക്ലബിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള എന്താണ് നമുക്ക് ഉൽപ്പന്നങ്ങൾ, ഇഷ്ടം പോലെ കാറ്റഗറി ഉൽപ്പന്നങ്ങൾ ഇന്ന് RCM ഉണ്ട്. അപ്പോ നമുക്ക് ഏത് വെച്ച് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാം. ശരിയല്ലേ? ഇനി നമുക്ക് വിചാരിക്കണം നമുക്ക് ഡ്രസ്സുകൾ മാത്രം എടുത്തുകൊണ്ട് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാം. നമുക്ക് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാം, ഇന്ന കാറ്റഗറി എടുത്തിരിക്കണം എന്നൊരു നിർബന്ധമില്ല. RCMൽ ഏകദേശം 9000-ലധികം ഉൽപ്പന്നങ്ങൾ ഇന്ന് RCMൽ ഉണ്ട്. അപ്പൊ അതേത് വെച്ച് വേണമെങ്കിലും ഡയമണ്ട് ക്ലബ്ബ് ചെയ്താൽ മതി ഉള്ളൂ. അപ്പോ അങ്ങനെ കൂടെയാണ് ഇന്ന് ഒത്തിരി ലീഡേഴ്സ് എന്താ ഇവിടെ ക്രിയേഷൻ ചെയ്തു വരാനും അതുപോലെ തന്നെ അതിൽ കൂടുതലും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ലീഡേഴ്സ് ഫാസ്റ്റായിട്ട് അച്ചീവ്മെന്റ് ചെയ്യാനായിട്ടും സാധിക്കുന്നത്. അതായത് നമുക്ക് അച്ചീവ്മെന്റ് ഒക്കെ പതുക്കെ മതി, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് പയ്യെ മതി, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്നുള്ള രീതിയിലാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ സീരിയസ് ആവാൻ തുടങ്ങി നമുക്ക് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാം. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ഫാസ്റ്റ് അച്ചീവ്മെന്റ് ആണ് ഓരോരുത്തരും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൂടെ നമുക്ക് എന്താ സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോ നമുക്ക് ഈ ബിസിലെ വളരെ 8 കോർ സ്റ്റെപ്പിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളെ സിസ്റ്റത്തിൽ പെടുന്ന ഒരു പോയിന്റ് തന്നെയാണ്. അപ്പോ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു ബേസിക് 8 കോർ സ്റ്റെപ്പ് 7 കർഡിനൽ റൂൾസ്. അപ്പൊ അതിലെ വളരാനുള്ള 8 കോർ സ്റ്റെപ്പിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് 5000 PV ഒരു മാസം ചെയ്യാനുള്ളത്. 5000 PV ഡയമണ്ട് ക്ലബ് ആയിട്ട് ചെയ്താലും ഇത്രയധികം ബെനിഫിറ്റ് ഉണ്ട്. ഇനി ഒരു ബെനിഫിറ്റ് കൂടി നമുക്ക് ബെനിഫിറ്റ് അതിൽ നമുക്ക് നോക്കുമ്പോൾ കിട്ടും, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെയ്യാനും നമ്മളെ കഴിവുകൾ കൂട്ടാനും അങ്ങനെ ഒരു ഉണ്ട്. അതില് നമുക്ക് എന്താണ് ഡയമണ്ട് ക്ലബ് ചെയ്യുന്ന വ്യക്തികൾക്ക് എല്ലാ 6 മാസം കൂടുമ്പോ 7 കഴിഞ്ഞ 8ാമത്തെ മാസം 5000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ഒരു അവസരം കൂടിയും ഡയമണ്ട് ക്ലബ് ചെയ്യുന്ന വ്യക്തികൾക്കുണ്ട്. അപ്പൊ എന്താ നമുക്ക് ഈ എന്താണ് 5000 രൂപയുടെ സാധനങ്ങൾ എന്ന് പറഞ്ഞാല് അത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റി കഴിഞ്ഞാല് 5000 രൂപ നമ്മുടെ കയ്യിൽ തിരിച്ചു വരികയാണ്. അതായത് ഫുള്ളും എന്താണ് പ്രോഫിറ്റ് ആണ്. ഇനി നമുക്ക് ആ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ 5000 രൂപ 1500 രൂപയുടെ സാധനങ്ങളാണ് നമുക്ക് കിട്ടണമെങ്കിൽ എന്താ അത്ര നമുക്ക് കുറച്ച് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ 5000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞാല് ഇന്ന് വേറെ ഒരു കമ്പനിയും ഇത് തരുന്നൊരു എന്താണ് ഇത് നമുക്ക് കാണാൻ പറ്റില്ല. അതായത് ഫ്രീ ആയിട്ട് പ്രൊഡക്റ്റുകൾ നമുക്ക് കിട്ടണം എന്നാലോചിക്കേ. ഞാൻ ആലോചിച്ചൊരു കാര്യം, ഞാനിപ്പോ പഠിച്ചു കഴിഞ്ഞ് എന്താ വേറെ ജോലിയിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാന്ന് വിചാരിച്ചാലും ആ കമ്പനിയിൽ നിന്ന് കിട്ടാത്ത ഒരുപാട് ബെനിഫിറ്റുകൾ ഇന്ന് RCMൽ കൂടെ കിട്ടണ്ടെന്നുള്ളതാ. അത് RCMന്റെ പ്രത്യേകതയാണ്. ഞാൻ RCM ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തതും അതായത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും രാജ്യമേടം ആദ്യം പറഞ്ഞു എന്താണ് എല്ലാവരും മക്കള് RCM എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെന്നുള്ളത്. അത് അവരെ താല്പര്യത്തിനനുസരിച്ച് കൊണ്ടുവരുന്നതായിരിക്കും അവര് ഏറ്റവും നല്ലത്. അപ്പൊ അവര് നല്ല രീതിയിൽ ചെയ്യുന്ന രീതിയിലേക്ക് വരും. പക്ഷെ ഞാൻ ഇതിലേക്ക് തീരുമാനം എടുക്കാനായിട്ട് കാരണം ഇത് എന്താണ് കിട്ടുന്ന സെക്യൂരിറ്റി അതുപോലെ തന്നെ നല്ലൊരു ഇൻകം ആണ് RCMനെ ഏറ്റെടുക്കാനായിട്ട്. അതുപോലെ ആരോഗ്യം അത് ഓൾറെഡി കിട്ടിയിരുന്നു ഉൽപ്പന്നം ഉപയോഗിച്ച്. പക്ഷെ അതിന്റെ എന്താണ് ഇൻകം അതുപോലെ തന്നെ സെക്യൂരിറ്റിയും ഏറ്റവും കണ്ടിട്ടാണ് ഞാൻ RCM ഏറ്റെടുക്കാനുള്ള തീരുമാനം. തുടക്കത്തിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചപ്പോ
ആദ്യമായിട്ട് എന്റെ ലീഡർ, എന്റെ മെന്റർ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞത് ഡയമണ്ട് ക്ലബിൽ ചെയ്യാനുള്ള ഒരു കാര്യമാണ്. അതെങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ചെയ്തു. 5000 PV സാധനങ്ങൾ ഒന്നിച്ചെടുത്തു. എന്താണ് അതുപോലെ ഹോം ഷോപ്പ് ഉദ്ഘാടനം വെച്ചു. അതിനുശേഷം എനിക്ക് തുടക്കത്തിൽ ഇപ്പോഴും ഞാൻ വണ്ടിയില്ല, എന്താണ് എന്നെ കാണുന്ന എല്ലാവരും ഞാൻ വണ്ടിയിൽ എന്താണ് അടിച്ചു പൊളിച്ച്, പല ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ ഇത്ര ദൂരം പോകുമ്പോ എന്തിനാ വണ്ടിക്ക് പോണ? ഞാൻ ഇവിടുന്ന് തൃശ്ശൂർക്കൊക്കെ വണ്ടിക്ക് തന്നെ പോവാ. കാരണം ഞാന് RCMൽ കൂടെ പഠിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ജൂപ്പിറ്റർ 125 എന്ന് പറഞ്ഞ ഒരു ടൂ വീലർ എന്ന് പറയുന്നത്. RCMൽ കൂടെ അത് വിജയിക്കാനായിട്ട് തീരുമാനം എടുത്ത അന്ന് നല്ല സ്വപ്നങ്ങൾ എഴുതാൻ പറഞ്ഞപ്പോ എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ് ടൂ വീലറിൽ ഞാൻ TVSന്റെ എന്താണ് പ്രൊഡക്റ്റ് ആണ് എടുക്കുള്ളൂ എന്നുള്ളൊരു തീരുമാനം എടുത്തത്. അപ്പോ അതെടുത്ത് അതിന് മുന്നേ ഉള്ള മാളവികേനെ ഇവിടെ പല ആളുകൾക്കും അറിയില്ല. അപ്പൊ അതിന് മുന്നേ ഈ ഒരു സൈക്കിളുകൾ ഉണ്ടായിരുന്നു. എല്ലാരും പറയും ഡയമണ്ട് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെയിൽ ചെയ്യാൻ പോണ്ടേ, സെയിൽ ചെയ്യാൻ പോവാനായിട്ട് എന്താ നമുക്ക് വണ്ടി വേണം, എന്റെ കയ്യിൽ വണ്ടി ഇല്ല, അല്ലെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ, പല രീതിയിലും പറയുന്നു. പക്ഷെ തുടക്ക സമയത്ത് എന്റെ കയ്യിൽ സൈക്കിൾ ഉണ്ടായ ആ സൈക്കിളില് ഞാൻ ഫ്രണ്ടില് അതിന്റെ കൊട്ടയില് ഒരു കവറില് അത് നമ്മളെ RCMന്റെ ബിഗ് ഷോപ്പർ ഉണ്ടായിരുന്നു. ആ ബിഗ് ഷോപ്പറിൽ നമ്മുടെ ഉൽപ്പന്നങ്ങളും ബാക്കില് എന്റെ സ്കൂൾ ബാഗ്, എന്റെ ബാഗിൽ അത് RCMന്റെ ബാഗ് തന്നെയാണ് അന്ന് മുന്നുണ്ടായിരുന്ന ഒരു ബ്ലാക്ക് ബാഗ്. അപ്പൊ ആ ബാഗില് എല്ലാ ഉൽപ്പന്നങ്ങളും വെച്ച് കെട്ടി വെച്ചിട്ടാണ് ഞാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളിലേക്ക് ദൂരെ പോയിട്ട് RCMന്റെ ഉൽപ്പന്നങ്ങൾ സെയിൽ ചെയ്തിരുന്നു. ആ സമയത്തൊക്കെ അങ്ങനെ ഓരോരുത്തരും പറയും, നിനക്ക് ഈ ഇത്ര ചെറിയതല്ലേ നടക്കണേ, നിനക്ക് എന്തെങ്കിലും പഠിക്കാൻ പൊക്കൂടെ, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്തുകൂടെ എന്ന് തുടക്കത്തിൽ പറയുമെങ്കിലും ഞാൻ പറയും ഇത് ഇങ്ങനെയാണ്, എന്തെങ്കിലും ഉൽപ്പന്നമാണ്, ഇത് പ്രൊമോഷൻ ചെയ്യണമെങ്കിൽ വിദേശി ആരും വരില്ല, നമ്മൾ തന്നെയാണ് പ്രൊമോഷൻ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചെയ്തിരുന്നത്. അപ്പൊ അതായത് 5000 PV അടിച്ച് വീട്ടിൽ വെച്ചതില്ല, അത് കൊണ്ട് സെയിൽ ചെയ്യാനുള്ള ഒരു കാര്യമാണ് ഞാൻ ചെയ്തിരുന്നുള്ളതാ. അതായത് എനിക്ക് അടുത്ത മാസം ചെയ്യണമെങ്കിൽ ഇത് തിരിച്ചു വേണം ഈ പൈസ. അപ്പോ ആ പൈസ തിരിച്ചു കിട്ടണമെങ്കിൽ ഞാനിത് അങ്ങനെ പോയിട്ട് ആളുകൾക്ക് ഉൽപ്പന്നങ്ങൾ കൊടുക്കുമായിരുന്നു. ഉൽപ്പന്നങ്ങൾ കൊടുക്കും, അവർക്ക് ഇതിന്റെ രാജൻ സാർ പറയും ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറയണത്, അതേപോലെ ഞാൻ ഇങ്ങനെ പറയും. അപ്പൊ അവര് നമ്മൾക്ക് ഈ ബിസിനസ്സിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ലീഡർ പറയുന്ന രീതി നമ്മൾ പറഞ്ഞാൽ മതി. അതായത് സാറ് ഡയമണ്ട് ക്ലബ്ബ് പറഞ്ഞ രീതിയാണ് ഞാനിപ്പോ ഇവിടെ പറയുന്നത്. അപ്പോ ഈ ഡയമണ്ട് ക്ലബ്ബ് ആയാലും എന്തായാലും നമ്മൾ പറയുന്ന രീതി കോപ്പി ചെയ്ത് നമ്മൾക്ക് പറയാൻ കഴിഞ്ഞാൽ, നമ്മൾ ലീഡേഴ്സ് പറയുമ്പോൾ നമ്മൾ കൺവിൻസ് ആവുന്നുണ്ട്, അപ്പൊ നമ്മൾ പറയുമ്പോഴും മറ്റുള്ള ആളുകൾ കൺവിൻസ് ആവാനായിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇതാക്കുമ്പോ എല്ലാവരും എന്നെ ഡോക്ടർ എന്നാണ് വിളിച്ചിരുന്നത്. കാരണം RCMലെ ഡോക്ടർ എന്നാണ് വിളിച്ചിരുന്നത്. കാരണം എന്ത് പറഞ്ഞാലും എന്ത് പ്രശ്നങ്ങൾ പറഞ്ഞാലും അപ്പൊ RCM മതി, അല്ലെങ്കിൽ നിങ്ങൾ RCMൽ ഇത് ഉപയോഗിച്ചാൽ മതി, നിങ്ങൾക്ക് അങ്ങനെയുണ്ടോ പ്രശ്നം, അപ്പൊ അങ്ങനെയാണ് RCMൽ ഇങ്ങനത്തെ കാര്യമുണ്ട്, ഇതാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് എന്നെ പഠിപ്പിച്ചു. കാരണം ഇതൊക്കെ വിറ്റ് പോവാനായിട്ട് ഇതിനു വേണ്ട അറിവുകൾ നമ്മളിലേക്ക് വരണം. അതിനുവേണ്ടി ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോ ആ ഒരു സമയത്തൊക്കെ കൊണ്ടുപോയി വിറ്റിരുന്നു. ഇന്നും ആളുകൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറെ ആളുകൾ വീട്ടിൽ വന്ന് മേടിക്കുന്നുണ്ട്. അത് ഹോം ഷോപ്പ് ഉദ്ഘാടനം വെച്ചത് കൊണ്ടാണ് കൂടുതൽ ആളുകളും വീട്ടിൽ വന്ന് മേടിക്കാനുള്ള ഒരു ഇതിലേക്ക് മൈൻഡ് സെറ്റിലേക്ക് വന്നത്. അപ്പൊ അതിനുശേഷമാണ് ഇതിലേക്ക് ഡെവലപ്മെന്റ് ആവാനും വിജയിക്കാനും വിജയിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു ടൂ വീലർ മേടിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് എത്ര ആയാലും ഇടിമിന്നലായാലും തൃശ്ശൂർ വരെ പോണെങ്കിലും ഞാൻ ടൂ വീലറിൽ പോണത്. അത് ഞാൻ ആഗ്രഹിച്ച് നേടിയത് കാരണം കൊണ്ടാണ് അത്രയും ദൂരായാലും ഞാൻ വണ്ടി ഓടിച്ച് തന്നെ പോണത്. അപ്പോ അത് നമുക്ക് RCM തന്നൊരു പവറാണ്, അല്ലെങ്കിൽ RCM തന്നൊരു നമുക്ക് എന്തായാലും പറയാൻ നമുക്ക് വാക്കുകൾ കിട്ടില്ല. കാരണം RCM തന്ന ഒരു എനർജിയാണ് ഇന്ന് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. RCM എന്ന് പറയുമ്പോൾ ലീഡേഴ്സ് തന്ന എനർജി. അപ്പോ ആ ഒരു രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ RCM ബിസിനസ്സിലെ നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് ലെവലായാലും, എല്ലാവരും ആഗ്രഹിക്കുന്ന സ്റ്റാർ ഡയമണ്ടിലേക്ക് എത്തണമെങ്കിലും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അത് ഒന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാല് നമുക്ക് ഈ ബിസിനസ്സിനെ നമുക്ക് ആദ്യം പുതിയ തുടങ്ങേണ്ടി വരും. അപ്പോ ആരും തെറ്റിപ്പോണ്ട. എല്ലാവരും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പൊൻപുലരി ക്ലാസ്സുകളും ഒക്കെ നമുക്ക് ഒരുക്കി തന്ന് നമുക്ക് ഈ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാനുള്ള അവസരം
നല്ലൊരു ഗൈഡ് കൊടുക്കാം. കാരണം ഇങ്ങനെയുള്ള ഒരു വേദിയിൽ നമുക്ക് വരുന്ന ആളിന്റെ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനായിട്ട് പറ്റിയത്. അപ്പോ ഓക്കെ. അപ്പൊ ഇത് ഈ ഡയമണ്ട് ക്ലബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ തുടക്കക്കാർക്കാണെങ്കിൽ എന്താണ് ഒരു ഇൻകം ബാങ്ക് അക്കൗണ്ടിലേക്ക് വരാനുള്ള ഒരു അവസരം, എല്ലാവർക്കും ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു മാധ്യമം, എല്ലാവർക്കും ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ടൂളാണ് ഡയമണ്ട് ക്ലബ്ബ് ഡിസ്പ്ലേ വാള്. അത് നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ടീമിനെ നമുക്ക് കെട്ടിപ്പടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ അച്ചീവ്മെന്റുകളും നമുക്ക് വേഗം വേഗം ഓടിക്കയറാനായിട്ടുള്ള ഒരു അവസരം RCMലേക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോ നമുക്ക് നമ്മളെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് കളഞ്ഞ് ലീഡേഴ്സിന്റെ നല്ല മക്കളായിട്ട് നല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് RCMൽ കൂടെ പഠിക്കാം. അതിൽ കൂടെ ഇതിന്റെ ഈ ഒരു സിസ്റ്റം, ഡയമണ്ട് ക്ലബ്ബ് എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു സിസ്റ്റം നമുക്ക് എല്ലാ ആളുകളിലേക്കും എത്തിച്ചുകൊണ്ട് എല്ലാ ആളുകളെയും RCMലൂടെ വിജയിപ്പിക്കാനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോവാം. അപ്പൊ എല്ലാവർക്കും RCMലൂടെ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. നമുക്ക് അറിയാം, ഇന്ന് 9-ാം തീയതി ആയി. അപ്പൊ നാളെയാണ് നമുക്ക് 10-ാം തീയതി, നാളെ നമ്മളെ ഡയമണ്ട് ക്ലബിന്റെ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പോ ചെയ്യാത്ത വ്യക്തികൾ ഇന്ന് തന്നെ ഡയമണ്ട് ക്ലബ്, അതിൽ ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് എന്ത് ചെയ്യാം, ആ 5000 നമുക്ക് 120 റീഫ്രഷ്നർ നമുക്ക് മേടിച്ചുകൊണ്ട് നമുക്ക് റീഫ്രഷ്നറിനും കൂടുന്ന ആളുകളാണ് ഓരോരുത്തരും. അപ്പൊ നമുക്ക് ഈ നമ്മളെ വീട്ടിലേക്ക് ഉപയോഗിക്കാനും, കുറച്ച് നമുക്ക് മീറ്റിങ്ങുകളിൽ പോകുമ്പോഴേക്കെങ്കിലും കൊടുത്ത് സെയിൽ ചെയ്യാനും, അല്ലാതെ നമുക്ക് പുറത്ത് സെയിൽ ചെയ്യാം. ആ 130 പാക്ക് റീഫ്രഷ്നർ എടുക്കുമ്പോൾ 42 PV വെച്ച് 5040 PVയോളം നമുക്ക് സ്വന്തം ഐഡിയയിൽ കൊണ്ടുവന്ന് ഡയമണ്ട് ക്ലബ്ബ് പൂർത്തീകരിക്കാനും, ആ ഒരു മഴക്കോട്ട് കിട്ടാനും, ആ പ്രോഗ്രാമിൽ എൻട്രി ചെയ്യാനും, അതിൽ കൂടെ അടുത്ത മാസം PV അടിസ്ഥാനത്തിൽ നമുക്ക് വരുമാനം വരാനും നമുക്ക് ഈ ഒരു ഓഫർ യൂസ് ചെയ്യാം, ന്യൂട്രിചാർജിന്റെ ഓഫർ. അപ്പൊ എല്ലാവരും അത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ 10-ാം തീയതി നമുക്ക് അറിയാം ULP പ്രോഗ്രാം നടക്കുകയാണ്. എല്ലാവരും ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന വ്യക്തികൾക്കുള്ള അത് വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ULPയിൽ ഫ്രീ എൻട്രി നമുക്ക് ചെയ്യാം. അതിന്റെ കൂടെ 4 പേർക്ക് ഫ്രീ എൻട്രി ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന വ്യക്തികൾക്ക് ചെയ്തു വന്നിരുന്ന വ്യക്തികൾക്ക് ഉണ്ട്. അപ്പൊ പുതിയ ആളുകളെ പങ്കെടുപ്പിക്കാനുള്ള ഒരു കാര്യങ്ങള് അതിൽ ഫോക്കസ് കൊണ്ട് 10-ാം തീയതി നമുക്ക് ULP പ്രോഗ്രാമിൽ എല്ലാവരും പുതിയ വ്യക്തികളെ പങ്കെടുപ്പിക്കുക. അതായത് ഫ്രീ ആയിട്ട് കമ്പനി തരുന്ന ഫ്രീ പ്രോഗ്രാം. അത് ആ ഒരു ചാലക്കുടി ഹാളിൽ തന്നെ, നമ്മള് ചാലക്കുടി ടിക്കറ്റ് എടുത്ത് മുന്നിൽ പങ്കെടുത്ത വ്യക്തികളാണ്. പക്ഷെ ഇപ്രാവശ്യം കമ്പനിയുടെ ഇതിൽ നമുക്ക് ആ ഒരു പ്രോഗ്രാമിൽ പോയി അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. അപ്പൊ എല്ലാവരും ആളുകളൊക്കെ പ്ലാൻ ചെയ്ത് ആ ഒരു പ്രോഗ്രാമിലേക്ക് പങ്കെടുപ്പിക്കുക. നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അറ്റൻഡ് ചെയ്തു നമ്മൾ ഉറപ്പുവരുത്തും. ഇപ്പൊ ഇതില് ഏകദേശം എത്രയുണ്ട്, 26+8 പേരുണ്ട്. അപ്പൊ അത്രയും പേര് എന്തായാലും ULP പ്രോഗ്രാമിന് പങ്കെടുക്കുക എന്നുള്ള ഒരു അവസരം അത് നമ്മൾ കാരണം അതിൽ നമുക്ക് ഏറ്റവും ചെയ്യാനും അതിലെ ബ്രാൻഡ് പാർട്ട്നേഴ്സ് ആണ് അവിടെ നമുക്ക് ക്ലാസ്സുകൾ തരുന്നത്. അത്രയ്ക്ക് ക്ലാസ് ആണ് നടക്കുന്നത്. അപ്പോ എല്ലാവരും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. അതും ഈ ഡയമണ്ട് ക്ലബ്ബ് ചെയ്ത് വരുന്ന ആളുകൾക്ക് 5 പേർക്ക് ടോട്ടലായിട്ട് ചെയ്യാം, ഫ്രീ എൻട്രി ആയിട്ട് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ അവസരം. അപ്പൊ ടാർഗറ്റുകൾ ഈ ഡയമണ്ട് ക്ലബ്ബും ഒക്കെ ആയിട്ട് കൂടി ചേർന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ബിസിനസ്സിൽ ഏതേറ്റവും വിജയിക്കാനായിട്ട് സാധിക്കും. ഇത് തന്നെയാണ് എൻ്റെ മെന്റർ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ആ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്യാം. അതിന്റെ കറക്റ്റായിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇതിന്റെ TCG പറഞ്ഞ ഡയമണ്ട് ക്ലബ്ബ്, TCG ഒരുപാട് ക്ലബ്ബ് ഉണ്ടെങ്കിലും മെയിനായിട്ട് പറഞ്ഞിട്ടുള്ള ക്ലബ്ബ് ഡയമണ്ട് ക്ലബ്ബാണ്. മിനിമം നമ്മൾ ഇതെങ്കിലും ചെയ്യാന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക. നമ്മളിത് ചെയ്യണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക. നമ്മുടെ കൂടെ വന്ന ആളുകളും ചെയ്യുന്നത് നമ്മൾ ഉറപ്പുവരുത്തുക. അപ്പൊ എല്ലാവർക്കും ഇതിലൂടെ വലിയ വലിയ വിജയാശംസകൾ മാത്രം നേരാണ്. അതുപോലെ തീരുമാനം നമ്മുടെയാണ്. അതിനൊരു ചെറിയൊരു കഥ എപ്പോഴും നമുക്ക് കൂടുതലും മെമ്മറിയിൽ വെക്കാനായിട്ട് സാധിക്കും. അതായത്
ഇതില് നമുക്കറിയാം ഡയമണ്ട് ക്ലബ് ഒരു സിസ്റ്റാണ്. അപ്പോ നമുക്കറിയാം മുന്ന സമയത്ത് ഏഹ് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയും അവന്റെ അച്ഛനും കൂടി ഈ കടൽ തീരത്ത് കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് പോവാ. അപ്പൊ എന്താ വെക്കേഷൻ സമയാണ്. അപ്പൊ ഞായറാഴ്ച വെക്കേഷൻ ഇപ്പൊ കഴിഞ്ഞു. പക്ഷെ വെക്കേഷൻ സമയത്താണ് ഈ ഒരു കഥ നടക്കുന്നത്. അപ്പൊ ആ കുട്ടിയും അച്ഛനും കൂടി കടൽ തീരത്ത് കൂടി ഇങ്ങനെ നടന്നു പോണ സമയത്ത് എന്താണ് അവര് ജസ്റ്റ് അവിടെ കാണാനും അവിടെ എന്താണ് ഇതാണ്. അപ്പൊ എന്താ ഒരുപാട് ഐസ്ക്രീം വിൽക്കുന്ന ആളുകളുണ്ട് അവിടെ. അതുപോലെ ബലൂൺ വിൽക്കുന്ന ആളുകളുണ്ട്. പല തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന ആളുകളുണ്ട്. അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് എന്താ നീണ്ടു തീർന്ന് കിടക്കുന്ന കടല്. കുട്ടിയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി കടലില് കളിച്ച് എന്താ ആള് ആ വെള്ളത്തിലൊക്കെ നീർന്ന് അച്ഛന്റെ കൂടെ കളിച്ച് നടക്കാണ്. ഇപ്പൊ ആ കുട്ടി നോക്കിയപ്പോ ഒരുപാട് പേര് മാനത്തോട്ട് നോക്കിക്കണ്. അപ്പൊ ആൾക്ക് ഇതെന്താ ഇവരെല്ലാരും കൂടി ഈ മോളിക്ക് നോക്കിക്കണേ. കുറെ ആളുകളുണ്ട് ഇങ്ങനെ മാനത്തോട്ട് നോക്കിയിട്ട് അവരെ കയ്യില് എന്തോ ഒരു ചരടുണ്ട്. അപ്പൊ ചരടിന്റെ അച്ഛൻ കുട്ടി ആറ്റിട്ട് കണ്ടത്. അപ്പൊ എന്താ ചരടിന്റെ കുട്ടി ഇങ്ങനെ നോക്കി 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 പോയപ്പോ നല്ല കളറുകളുള്ള നല്ല ഭംഗിയുള്ള ഒരുപാട് പട്ടം എന്താണ് അവിടെ ഇങ്ങനെ ഒരു കടത്തീരത്തല്ലേ നമ്മള് ബീച്ചിൽ പോയ ആളുകൾക്ക് അറിയാം നിറച്ചും പട്ടം ഇങ്ങനെ പറക്കണ്ടാവും എന്നുള്ളതാ. അപ്പൊ ആ ഇങ്ങനെ പറക്കുന്ന കുട്ടിക്ക് ഇത് ആഗ്രഹം എനിക്കും വേണം ഒരു പട്ടം എന്ന് പറഞ്ഞിട്ട് ആള് വാശി പിടിക്കാൻ തുടങ്ങി. അപ്പൊ കുട്ടീനെ സ്നേഹിക്കുന്ന അച്ഛൻ അപ്പൊ തന്നെ എന്ത് ചെയ്തു പൈസ കൊടുത്തു ഒരു പട്ടം ആൾക്ക് ഇഷ്ടപ്പെട്ട കളറ് ഒരെണ്ണം മേടിച്ചു കൊടുത്തു. അങ്ങനെ ആ കുട്ടി അത് ഇങ്ങനെ എന്താണ് വിട്ട് 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 അച്ഛൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുട്ടി ജസ്റ്റ് ആക്ഷൻ മാത്രമേ ഉള്ളൂ. അച്ഛനാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണേ. അതായത് കുട്ടിക്ക് അറിയില്ലല്ലോ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പൊ ആ പട്ടം ഇങ്ങനെ പറന്ന് പറന്ന് ദൂരെ പോകുന്നുണ്ട്. അപ്പൊ ഈ നൂലിന്റെ അറ്റം എത്തിയപ്പോ കുട്ടി പറയണ് അച്ഛാ ഈ നൂല് നമുക്ക് ഇവിടെ വെച്ച് മുറിക്കാം. മുറിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ പട്ടത്തിന് ഒന്നുകൂടി ഉയരത്തിൽ പറക്കാലോ. അതായത് നമ്മൾ മുറിച്ച കുട്ടിക്ക് അറിയില്ല അത് മുറിച്ചു കഴിഞ്ഞാല് വല്ലോടത്ത് പോയി വീഴുന്നുള്ളത്. പക്ഷെ ഈ കുട്ടി പറയാണ് ഇത് നമുക്ക് ഇവിടെ മുറിക്കാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതപ്പൊ കുറച്ചുകൂടി ദൂരം അതിന് പറക്കാലോ. അത് പാവം അവിടെ വെച്ച് നിക്കണണ്ടില്ല അത് പറന്നോട്ടെ എന്നുള്ള രീതിയിലാണ് കുട്ടിയുടെ സംസാരം. അപ്പൊ കുട്ടീനോട് അച്ഛൻ പറഞ്ഞൊരു കാര്യം അതായത് ഈ നൂലുള്ളത് കൊണ്ടാണ് എന്താണ് ഈ പട്ടം അവിടെ കിടന്ന് നല്ല രീതിയിൽ പറക്കണത്. അല്ലെങ്കിൽ അത് ദൂരേക്ക് പോവാതെ ഇവിടെ നല്ല നല്ല ഭംഗിയായിട്ട് പറക്കണത് ഈ നൂലുള്ളത് കൊണ്ടാ. ഇത് തന്നെയാണ് നമ്മളുടെ സിസ്റ്റം, ഡയമണ്ട് ക്ലബ്ബ്, ലീഡേഴ്സ്, അപ്ലൈൻ എല്ലാം ഈ ഒരു നൂല് തന്നെയാണ്. അതായത് ഈ നൂല് നമ്മളാണ് ആ പട്ടായിട്ടുള്ള വ്യക്തികൾ. ആ നൂല് എന്ന് പറയുമ്പോ ഈ ലീഡേഴ്സും സിസ്റ്റവും ഇതൊക്കെ നമ്മള് എന്താ പൊട്ടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ കൂടുതൽ പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാല് നമ്മളും എന്താണ് ആ പട്ടം പോലെ തന്നെ നിലയില്ലാതെ വല്ല വഴിക്കൊക്കെ വീണ് താഴെ കിടക്കേണ്ടി വരും. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ ലീഡേഴ്സിന്റെ എന്താ നല്ല അസോസിയേറ്റ്സ് ആയിട്ട് നമ്മൾ മാറിക്കൊണ്ട് സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് നമ്മളെ സിസ്റ്റത്തിനെ മുറിച്ച് കളയാതെ നമ്മളിൽ നിന്ന് കട്ട് ചെയ്ത് കളയരുത് നൂല് പോലെ അതില് നമ്മൾ കുറച്ച് നിന്നുകൊണ്ട് പറക്കുകയാണെങ്കിൽ ആ പട്ടം പോലെ തന്നെ നമുക്ക് ഉയരത്തിൽ പറക്കാനായിട്ട് ആർസിഎമ്മിലൂടെ സാധിക്കും. അപ്പൊ എല്ലാവർക്കും എല്ലാവരുടെ വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഇതിന്റെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ ക്ലോസ് ചെയ്തിട്ടായിരിക്കുന്നു ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോ എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവരും ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാൻ തീരുമാനം എടുക്കുക. നാളെ ഒരൊറ്റ ദിവസമുള്ളൂ. അതിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അത് നമ്മളൊരു റേസ് പോലെ ടാർഗറ്റ് പോലെ എടുത്ത് നമ്മൾക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. രാജി മാഡം ഓവർ ടു യു മാഡം. താങ്ക് യു.